ഇതുപോലെ സ്ത്രീകളെ പറയിക്കാനായിട്ട് ചില ടീമുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു കംപ്ലൈൻറ്റ് കണ്ടാ നിങ്ങൾ, അതായത് പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുള്ള ഏതൊരു ഡോക്ടർക്കെതിരെ ഒരു സ്ത്രീ പോയിട്ട്, വിദേശത്ത് താമസം കാറ്റിരിക്കുന്ന സ്ത്രീയാണ്, അവർ പോയിട്ട് ഇപ്പോൾ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈ ചികിത്സക്ക് കാറ്റാൻ വേണ്ടിയിട്ട് ഡോക്ടർ എപ്പോഴൊക്കെ വന്ന് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഡോക്ടറുമായിട്ട് പിന്നീട് അങ്ങ് കറക്കായി. പിന്നെ ഡോക്ടറാണെങ്കിൽ വിദേശത്തേക്ക് പോക്കായി. അവർ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവും കാര്യങ്ങളൊക്കെ ആയി. ഇതൊന്നും പാവം ഭർത്താവ് അറിയുന്നുണ്ടാവില്ല, ഭർത്താവും കുഞ്ഞൊന്നും അറിയുന്നുണ്ടാവില്ല. കാരണം എന്താ, ചികിത്സയ്ക്ക് പോകുന്നതല്ലേ. ചിലപ്പോൾ ഇനിയിപ്പോൾ കല്യാണം കഴിച്ചു തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വയസ്സൊക്കെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ അവർ വന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എന്നെ വിവാഹ വാഗ്ദാനം ചെയ്തിട്ട് ചെയ്തു തന്നെ, അത് ചെയ്തു തന്നെ, വിവാഹ വാഗ്ദാനം നൽകിയിട്ട്. അല്ലടോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഞാൻ കുറവാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നൊന്നുമല്ല കേട്ടോ, പക്ഷേ ദണ്ണം കൊണ്ട് ചോദിക്കുന്നു. ഈ വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നാട് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോഴേക്ക് അപ്പോഴെന്നെ പോയിട്ട് ഓൻ്റെ മുമ്പ് ഇങ്ങനെ നിൽക്കുവാണോ വേണ്ടേ? അല്ല, എനിക്ക് അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ്. എന്നിട്ട് അതിന് പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അതിങ്ങനെ പത്രമാധ്യമങ്ങളിൽ, അതായത് ന്യൂസുകളിലൊക്കെ വരുമ്പോൾ എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുമാത്രവുമല്ല, ഇയാളെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് വാങ്ങിച്ചു, അതുപോലെ തന്നെ പൈസ വാങ്ങിച്ചു, പിന്നെ ആഭരണങ്ങൾ വാങ്ങിച്ചു. ഇപ്പോഴെന്തോ ഒരു ആവശ്യം പറഞ്ഞുവല്ലോ. ആവശ്യം പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞല്ലോ അത് ശരിയാവില്ല, ഇനി എൻ്റെ കയ്യിൽ പൈസ ഇല്ല. കാരണം എന്താ അറിയുക, ഈ പഹയത്ത് ഈ കുരിപ്പിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഏകദേശം 10-25 ലക്ഷം ഉറുപ്പിക ഇയാൾ മുടക്കി. ഇനിയിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇയാളെ ഭാര്യയോ മക്കളോ ആരെങ്കിലും അറിയും. അതുകൊണ്ട് തന്നെ ഇയാൾ ഒഴിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഇനി എന്നെക്കൊണ്ട് പറ്റൂല. കാരണം എന്താ വെച്ചാൽ, നിനക്ക് ഞാൻ ലക്ഷക്കണക്കിന് ഉറുപ്പികേൻ്റെ സ്വർണം മേടിച്ച് തന്നില്ലേ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിന്നെ എവിടെയെല്ലോ കൊണ്ടുപോയില്ലേ, പിന്നെ വസ്തു വാങ്ങിച്ചു തന്നില്ലേ. ഇതൊക്കെയാണ് ഇയാൾ പറയുന്നത്. വീടോ എന്തോ ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് കഴിയില്ല എന്ന്. അപ്പോൾ തന്നെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും നമുക്ക് ആരെയാണോ, ഇതിൻ്റെ അകത്ത് നമുക്ക് ആരെയാണ് കുറ്റം പറയാൻ കഴിയുക? അത് നിങ്ങളൊന്ന് പറ. അതായത് പല പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടറുടെ വരികയും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കൂടെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോയി അവസാനം തെറ്റിയപ്പോഴും എന്ന് പറഞ്ഞാൽ പോയിട്ട് കേസ് കൊടുക്കുക. നിങ്ങളൊന്ന് കാര്യം ആലോചിച്ച് നോക്ക്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് വായിക്കുമ്പോഴൊരു മലയാളി എന്ന നിലയിൽ എനിക്ക് ലജ്ജയാണ് തോന്നുന്നത് ശരിക്ക്. അതായത് ലജ്ജയാണ്. എന്താണ് ഇവരൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു എന്താ പറയണ്ടേ, ഇപ്പോൾ ഒറിജിനലായിട്ട് ഒരു സ്ത്രീ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്താൽ വരെ അവർക്ക് ഇതുപോലെയുള്ള ഊക്ക് കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. കാരണം എന്താണെന്നല്ല, അതായത് ഇപ്പോൾ ഒറിജിനലായിട്ട് പോയിട്ടും അയ്യോ എന്നെ ഡോക്ടർ കയറി പിടിച്ചു, ഇല്ലെങ്കിൽ എന്നെ മറ്റോ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പരിഹാസമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരുവായിന്ന്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ കണ്ടു. ആ രാഷ്ട്രീയ നേതാവിന് തന്നെ 10,000 ഉറുപ്പ്യേൻ്റെ ചെരുപ്പ് പോലും നമ്മളുടെ 350 ഉറുപ്പ്യേൻ്റെ ചെരുപ്പാണ് ഇടുന്നത്. 10,000 ഉറുപ്പ്യേൻ്റെ ചെരുപ്പ് അവന് വാങ്ങിച്ചു കൊടുക്കുമല്ലോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുപോയിട്ട് വലിയ സൂട്ട് റൂമിൽ എന്തൊക്കെയാണ് കേൾക്കുന്നത്. ഇതൊക്കെ കേട്ട് എൻ്റെ ചില സമയത്തൊക്കെ വിചാരിക്കും, എൻ്റെ ഭഗവാനെ നിങ്ങളിൽ എത്ര നല്ലവരാന്ന്. അതായത് ഭഗവാന്മാർ വരെ എന്ന് പറഞ്ഞാൽ പണ്ട് 10,000 ഇതും മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കും. നമ്മുടെ നാടിൻ്റെ അവസ്ഥ, നമ്മുടെ മലയാളികളുടെ അവസ്ഥ ഇപ്പോഴിതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേതോ ഒരു ഭരണാധികാരി പറഞ്ഞ പോലെ ചായ കുടിക്കുന്ന പോലെയാണ്. അതായത് ഇതിനൊന്നും ഒരു വ്യവസ്ഥയും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ അങ്ങ് കേസ് കൊടുക്കുന്നേ, അങ്ങനെ അങ്ങ് നാണം കെടുന്ന്. ഇപ്പോഴത് ഹണി ട്രാപ്പാണെന്നാണ് പറയുന്നത്. അതായത് ഈ കേസ് കൊടുത്തത് പഹയത്തി ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നാണ് ഇപ്പോഴും പറയുന്നത്. കേസ് തിരിഞ്ഞു, അതായത് കേസ് തിരിഞ്ഞു. ഡോക്ടർ പോയിട്ട് കേസ് കൊടുത്തു. ഡോക്ടർ പോയിട്ട് തിരിച്ചെന്തോ പറഞ്ഞിട്ടുണ്ട്. അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പത്രവാർത്തയിലുണ്ട് ഹണി ട്രാപ്പാണ് എന്ന്. അല്ല, ഇത് ഹണി ട്രാപ്പിനല്ലേ? അതായത് ഇയാളുടെ കൂടെ പോയിട്ട് ആഭരണങ്ങൾ വാങ്ങിക്കുന്നു, ഡ്രസ്സുകൾ വാങ്ങിക്കുന്നു, വസ്തുക്കൾ വാങ്ങിക്കുന്നു, അവസാനം പറയുകയാണ് എനിക്കൊരു വീടും കൂടി വേണമെന്ന്. ഇതൊരു ഹണി ട്രാപ്പല്ലേ ശരിക്ക്? അപ്പോൾ ഇതെങ്ങനെയാണ് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കേസിൽ പെടുത്താൻ കഴിയുക? ഏതായാലും ആ ഡോക്ടറുടെ പേരൊന്നും പുറത്തു വരാതുകൊണ്ട് അയാൾ തൽക്കാലം രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അയാളെ പൊങ്കാലി ഇട്ടേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതല്ലേ സ്ഥിതിയായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് പോയിട്ട് കേസ് കൊടുക്കും. ഇപ്പോഴെല്ലാവർക്കും ഉള്ളൊരു പഠിപ്പാണിത്. ആർക്കും ആരെ പേരും പോയിട്ട് വേണമെങ്കിൽ കേസ് കൊടുക്കാം. എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും കേസ് കൊടുക്കാം. ബസ്സിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാം. ഒരു സംഭവത്തിൽ ഇപ്പം മിണ്ടിക്കഴിഞ്ഞാൽ നിമിഷം പോയിട്ട് മറ്റേ കേസും കൊടുത്തേക്കല. മറ്റേ കേസ് കൊടുത്താലെന്നാ പ്രശ്നം എന്നറിയാം. ഇത് പത്രമാധ്യമങ്ങളിൽ വന്നിട്ട് കുറച്ച് ദിവസം അവനെ നാറ്റിക്കാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുഴിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പരസ്പര സമ്മതപ്രകാരമായിരിക്കും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് വന്നു തന്നെയായിരിക്കും. ഈ രണ്ടുപേരും, അതായത് ആണായാലും പെണ്ണായാലും അഴിഞ്ഞാട്ടക്കാരിയാണ്. ഒരാൾ ഭാര്യനെ വഞ്ചിക്കുമ്പോൾ മറ്റേ ആൾ ഭർത്താവിനെ വഞ്ചിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ചില ഭർത്താക്കന്മാർ വിദ്വാന്മാർ എന്ത് ചെയ്യുന്നറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കും. അതായത് ഇതേപോലെ ഒരു ബന്ധമുണ്ട്, എന്നാൽ പിന്നെ കിട്ടുന്ന അല്ലെങ്കിൽ പോന്നോട്ട്, അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അതായത് ഇപ്പം തന്നെ കാണുന്നില്ലേ, ചില സിനിമകളിലും കാണുന്നില്ലേ,
എന്തോ നമ്പ്യാരെങ്കിൽ ഇമ്പ്യാറോ അതിലെ ഭർത്താവ് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണെന്നാണ് പറയുന്നത്. നല്ല ചെക്കിളിയാന്ന്, അതുകൊണ്ടല്ലേ ഈ പണിയെടുക്കുന്നത്. അപ്പം ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ കുടുംബമായി ജീവിക്കുന്നവരൊക്കെ വെറും പാഴുകളാണ്, ഞങ്ങളെ പോലെയുള്ളവരാണ് ഭയങ്കര സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതായത് കുടുംബമായിട്ട് ജീവിക്കുന്നവരെയൊക്കെ കുറവാക്കല ഇവരുടെ പണി. കാരണം എന്താ അറിയുക, ഈ കുടുംബമായിട്ട് ജീവിക്കാനൊന്നും കഴിയാത്തവർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണുമ്പോൾ അസൂയാണ്. അപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വരും. അവറ്റകളുണ്ട് കുറേ എണ്ണം. അതായത് വേറൊരു സംഭവം, അവരെയൊക്കെ എന്തോ ഒരു പേര് വിളിക്കാനുണ്ട്, മറന്നും പോയപ്പോൾ എന്തോ ഒരു പേര് വിളിക്കാനുണ്ട്. അതന്നെ നിങ്ങൾ വിചാരിക്കുന്നത് തന്നെ. അവർക്കൊന്നും കുടുംബമോ കാര്യങ്ങളോ ഒന്നുമില്ല, അവരിങ്ങനെ അങ്ങ് പോവും. അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ഇത് പറയും, പിന്നെന്ന് പറഞ്ഞ പേരിൽ മറ്റേ ഇതെല്ലാം ഉയർത്തി കാണിക്കും. ഇതെല്ലാം അവരെ പണി. പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയാം, അവർക്ക് നല്ല അസൂയാണ്, ഭയങ്കരമായിട്ട് അസൂയ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുടുംബമായി ജീവിക്കുന്നവരെ കണ്ടുകൂടാ. അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വെറും പോഴന്മാർ. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവരുടെ 4-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർ, നല്ല രീതിയിൽ ജീവിക്കുന്നവർ, 4-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാ പോലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അതിലൊരു അന്തസ്സുണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ. വല്ലവൻ്റെയും കട്ടിട്ടോ പിടിച്ചു പറിച്ചിട്ടോ അല്ലെങ്കിൽ കേസിൽ പെട്ടിട്ടോ അല്ലെ കേസ് കൊടുത്തിട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിച്ചിട്ടോ ഒന്നും പോകുന്നതല്ലല്ലോ. മര്യാദയ്ക്ക് ജീവിക്കുന്നവരല്ലേ. ഇനി അവർ 4-ാം നൂറ്റാണ്ടിലാണെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ. അവർക്ക് രോഗം വരുന്നോ അല്ലെങ്കിൽ വേറെ വരുന്നോ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. ഇതൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ടെസ്റ്റ് നടത്തേണ്ടി വരുമായിരുന്നു. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പണി കിട്ടും, എട്ടിൻ്റെ പണി കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കൊച്ചിയിലാന്ന് മറ്റേ രോഗികൾ കൂടുതലെന്ന് എല്ലാവരും പറയുന്നത്. ഭഗവാൻ അറിയാമായിരുന്നു അവിടെ എന്തെല്ലാം നടക്കുന്നതെന്ന്. അതായത് അത്രയും ഭയങ്കരമായിട്ടുള്ള തെണ്ടിത്തരാന്ന് ഇപ്പോൾ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പകല് പോലും എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ വഴി പോകാൻ പേടിയാടോ. പെരുമ്പാവൂർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവാർന്ന്. അവിടെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു വലിയ നമ്മൾ പിന്നെ മുംബൈയിൽ പോയിട്ട് ആ തെരുവിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇത്ര പ്രശ്നമില്ല. പക്ഷേ പെരുമ്പാവൂരിൽ പോയിട്ട് നിൽക്കുമ്പോഴേക്കില്ലേ അവിടെയിൽ ഓരോരോ ആൾക്കാരുടെ നോട്ടവും അതുപോലെ തന്നെ അവനൊക്കെ ഈ കണ്ണി ചോര നിറാക്കിയിട്ടാണ് ചിലർ നോക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴും നമുക്കൊക്കെ ശരിക്കും പേടിയാവും. നമ്മളൊക്കെ ഭയക്കണമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നുമില്ലേ അതിലൂടെയൊന്നും വഴി നടക്കാൻ കഴിയില്ല. ഇപ്പോഴും നിങ്ങൾ കണ്ടില്ലേ ഏതോ ഒരു രാജ്യത്തിനടുക്ക് ഒരു വലിയ തലവന പിന്നെ കൊലപ്പെടുത്തിയിട്ട് കണ്ടില്ലേ പോലീസുകാർ. അപ്പം മറ്റേ ഇതിൻ്റെ മയക്കുമരുന്നിൻ്റെ രാജാവാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ആൾക്കാർക്ക് നടക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുന്നേ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുന്നതിന് മുന്നേ മാധ്യമങ്ങൾ ഒരു കാര്യം പറയുക. അതായത് എന്തിനാണ് വെറുതെ ഇങ്ങനെയുള്ള കേസുകൾ ഇന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. ഒരു ഡോക്ടറെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം നാറ്റിക്കാന്നല്ലാതെ ഇപ്പോൾ സത്യം അറിഞ്ഞില്ലേ അയാൾ എത്ര പൈസയാണ് കൊണ്ട് ചാടിയത് ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട്, എത്ര പൈസ അയാൾക്ക് നഷ്ടപ്പെട്ടത്. അല്ല അങ്ങനെ പോകുന്നവൻ്റെ നഷ്ടപ്പെടണം. ഞാൻ ആ ഒരു ടൈപ്പുകാരനാണ്. അതായത് ഭാര്യയും മക്കളും കുട്ടികളും ഉണ്ടായിട്ടും ഇമാതിരി തോന്നിയ വാസത്തിന് പോകുന്നവൻ്റെ പൈസ പോകണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിടിച്ചു വെച്ചിട്ടായാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല. ഇനി എന്തെന്നൊക്കെ ആയിക്കഴിഞ്ഞാലും അതും ഒരു ചതി തന്നെയല്ലേ. അപ്പോൾ ഇതാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലിങ്ങനെ നടക്കുന്നത്. അതായത് ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വഞ്ചന, ചതി, പിന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം പോയിട്ട് കേസ് കൊടുക്കുക. അതിൽ നിന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ന്യൂസുകാർക്ക് കൊടുക്കുക. പിന്നെ ബാക്കി കാര്യം അവർ നോക്കിക്കോളും. നന്ദി, നമസ്കാരം. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ബൈ ബൈ.